ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. 2025 വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമുകളിൽ ഒന്നാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പോസ്റ്റ്. ജില്ലാടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ നിയമനം വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കുറേ നാളുകളായി പഠിച്ചുകൊണ്ടിരുന്ന LDക്ക് എന്താണോ പഠിച്ചത്, അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OAക്ക് എന്താണോ പഠിച്ചത്, അങ്ങനെ തുടരെ വന്ന എല്ലാ എക്സാമുകൾക്കും, ലാബ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ എക്സാമുകളിലെല്ലാം എന്താണോ നിങ്ങൾ പഠിച്ചത് ആ സെയിം സിലബസിലുള്ള മറ്റൊരു എക്സാമാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾ താഴെ കമൻ്റായിട്ട് എഴുതാറുണ്ട്, സാറേ ഇതിൻ്റെ സിലബസ് എന്താണെന്നുള്ളത്. അപ്പോൾ അത് ഇതുവരെയായിട്ടും പഠിച്ചു തുടങ്ങാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എന്താണോ നിങ്ങൾ LDക്ക് പഠിച്ചത് ആ സെയിം സിലബസ് തന്നെയാണ് ഇവിടെയും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചാനലും അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലും നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്നേക്ക് 50 ദിവസമായി ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്നുണ്ട്. പക്കാ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എന്നുള്ള ക്ലാസ് നിങ്ങൾക്ക് കാണാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 അങ്ങനെ ഡേ 50 വരെയുള്ള ക്ലാസ്സുകൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഈ പറയുന്ന സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളുടെ എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് PDF നോട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് മെർജ് ചെയ്ത് തരാമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തേക്ക് നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. അതായത് ഡേ 1 മുതൽ ഡേ 50 വരെയുള്ള നോട്ടുകൾ മൊത്തം PDF ആയിട്ട് നിങ്ങൾക്ക് മെർജ് ചെയ്ത് തരാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആദ്യം മുതൽ ഒന്ന് റിവിഷൻ ചെയ്യുന്നതിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ആ ഒരു നോട്ട് എന്ന് പറയുന്നത്. ഈ നോട്ടിൽ നമ്മൾ SCRT NCRT ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതും കൂടാതെ റെഫറൻസ് ബുക്കുകളായിട്ടുള്ള ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, അതേപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റി, ലക്ഷ്മികാന്ത്, അങ്ങനെ എല്ലാ ബുക്സിൽ നിന്നും എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ നോട്ട്. അത് നിങ്ങൾക്ക് ടെലഗ്രാമിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും എത്രയോ കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ടാണെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് എക്സാമുകളിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഓരോ വീക്കിലും നിങ്ങൾക്ക് തരുന്നുണ്ട് കറണ്ട് അഫയേഴ്സ്. അതേപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ നമ്മൾ ഈ പറയുന്ന ചാനലുകളുടെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ പേപ്പർ കട്ടിങ്സുകളുണ്ട്. അങ്ങനെ എല്ലാ കറണ്ട് അഫയേഴ്സും നിങ്ങൾക്ക് എല്ലാ ദിവസവും തരുന്നുണ്ട്. കൂടാതെ ഈ കറണ്ട് അഫയേഴ്സ് വീക്കിലി നിങ്ങൾക്ക് ഇത് റിവിഷനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പോളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ PYQ ഡിസ്കഷനും നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ട്. അതായത് 2024 നടന്ന LDC LGS എക്സാമുകളിലെ മൊത്തം ചോദ്യവും അതിൻ്റെ അനുബന്ധ വസ്തുതകളും, അതേപോലെ തന്നെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് 2025 നടന്ന ബാക്കിയുള്ള എക്സാമുകളും നമ്മൾ ഇതിൻ്റെ അകത്ത് 10th പ്രിലിംസ് മുതലായ എക്സാമുകളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് PYQ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഏകദേശം 20ഓളം ക്ലാസ്സുകൾ അവിടെ നമ്മൾ കംപ്ലീറ്റ് ആണ്. ഇനിയും ക്ലാസ്സുകൾ അടുത്ത ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു, അങ്ങനെയെല്ലാം നമ്മൾ പഠിച്ചു എന്ന് കരുതുന്നതിൽ മാത്രം കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം എത്രത്തോളം നമ്മൾ പഠിച്ചു എന്നുള്ളത് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ ദിവസവും ക്ലാസ് കഴിഞ്ഞ് അതിൻ്റെ PDF നോട്ട് തന്നതിന് ശേഷം വൈകിട്ട് കൃത്യം 9 മണിക്കാണ് നമ്മൾ ക്വസ്റ്റ്യൻ പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ടെലഗ്രാമിൽ കയറി ഓരോ ക്ലാസ്സും എടുത്തതിന് ശേഷം ആ ക്ലാസ്സിൻ്റെ ലിങ്കിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ PDF നോട്ട് കിട്ടും. അതിൻ്റെ താഴെ അതുമായി ബന്ധപ്പെട്ട് 2021 to 2025 PSC ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങൾ വിത്ത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലുള്ള ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്വസ്റ്റ്യൻ പോൾ ചെയ്യുന്നത്. അതും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നതാണ്. കൂടാതെ നമുക്ക് എല്ലാ ഞായറാഴ്ചയും, അതായത് ഇന്ന് നമുക്ക് കഴിഞ്ഞ 3 ദിവസത്തെ ക്ലാസ്സുകൾ കൂടാതെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള റിവിഷൻ മെത്തേഡ് ഇപ്പം നമ്മൾ എല്ലാ ദിവസവും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു 25 ഹോട്ട് ടോപ്പിക്സ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളുടെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു റിവിഷനാണ് നമ്മൾ വീക്കിലി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ, അതായത് ഓരോ ദിവസവും പഠിച്ചതിൻ്റെ റിവിഷൻ നിങ്ങൾ അതാത് ദിവസങ്ങളിൽ കംപ്ലീറ്റ് ആക്കും. കൂടാതെ ഒരാഴ്ച പഠിച്ചതിൻ്റെ മൊത്തം റിവിഷനാണ് ഒരു ദിവസം മൊത്തം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിലാണെങ്കിലും ഞാൻ ഈ ചോദ്യം കണ്ടതായിരുന്നു എന്നല്ല, ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതായിരുന്നു എന്ന് തന്നെ എഴുതാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, കൂടാതെ നമ്മൾ ഈ ഒരു എക്സാമിനോടനുബന്ധിച്ച് തന്നെ ഒത്തിരി നമ്മൾ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇംഗ്ലീഷിൻ്റെ
കുറേ നമ്മൾ നോൺ ഗ്രാമർ സെഷൻസ്, മലയാളത്തിൻ്റെ കുറേ നോൺ ഗ്രാമർ സെഷൻസ്, കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2 നോക്കുകയാണെങ്കിൽ നമ്മൾ ചോദിച്ചതിൽ നിന്ന് ഏകദേശം ഒരു 50, 55, 60ഓളം ചോദ്യങ്ങളാണ് നമ്മുടെ ക്ലാസ്സിൽ നിന്നും മാത്രമായിട്ട് വന്നത്. അത് കൃത്യമായിട്ട് പഠിച്ച് ഫോളോ ചെയ്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പ്രിലിംസ് പാസ്സാവാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയധികം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ട്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അത്രയും കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ദിവസം പോലും നിങ്ങൾക്ക് ക്ലാസ് പെൻഡിങ് വരുത്താറില്ല. കാരണം ഞാൻ ഇന്ന് വന്ന് നിങ്ങൾക്ക് ഒരു 2 ക്ലാസ് തന്നു. ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ദിവസം വന്ന് ഞാനൊരു 2 ക്ലാസ് തന്നു. അങ്ങനെ ക്ലാസ് തന്നതിൽ നിങ്ങൾക്ക് യാതൊരുവിധ കണ്ടിന്യൂഷൻ കിട്ടത്തില്ല, അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസം പോലും പെൻഡിങ് ഇടാതെ എല്ലാം കണ്ടിന്യൂ സീരീസ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകാനും, അതേപോലെ തന്നെ നിങ്ങൾ എന്താണോ സിലബസ് പഠിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ബാക്കി ഓരോ ക്ലാസ്സുകളിലും വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ മിസ്സാക്കാതെ എല്ലാ ദിവസവും കണ്ടുപോവുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും റിവിഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥി എക്സാമിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നിലവിൽ 20 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണോ നിങ്ങൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അതായത് LD സിലബസിൽ നിങ്ങൾക്ക് നോക്കേണ്ടത്, അതിൻ്റെ ഒരു 20 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ എക്സാമിലേക്ക് പോകുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയും, എന്താണോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു 20ഓളം വരുന്ന ചോദ്യ പേപ്പറുകളും കൂടാതെ കറണ്ട് അഫയേഴ്സ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളും ഇതെല്ലാം പഠിച്ചൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ആ ഒരു ജോലി നിങ്ങളുടേതായി തന്നെ ഇരിക്കും. കൂടാതെ നമ്മൾ അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാണ് ഇംഗ്ലീഷ്, അതേപോലെ തന്നെ മാത്സ്, മലയാളം. അത് ഞാൻ കുറേ ദിവസങ്ങളായി, കാരണം നമ്മളിത് ഇത്രയും എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളും തിരിച്ച് അങ്ങനെ തന്നെ അത് കാണുകയും അതേപോലെ തന്നെ അതിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുമ്പോഴുമാണ് നമുക്ക് വീണ്ടും ക്ലാസ്സുകൾ ഇടാനായിട്ട് ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് മുന്നോട്ടേക്കുള്ള ഓരോ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ LDCയുടെ സമയത്താണെങ്കിലും LGSൻ്റെ സമയത്താണെങ്കിലും അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ എക്സാമിനൊക്കെ ആണെങ്കിലും നമ്മൾ അത്രയധികം ക്ലാസ്സുകൾ ഇട്ടു. കാരണം ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്ലാസ്സിലും വന്ന കാര്യങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞ് ചെയ്യണമെങ്കിൽ എനിക്കിതിനായിട്ട് നിങ്ങൾക്കറിയാം, ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും കണ്ടന്റ് വേണം. ആ കണ്ടന്റിൻ്റെ PDF തന്നെ, ആ PDF എന്ന് പറയുന്നത് നിങ്ങൾക്കത് സെറ്റ് ചെയ്ത് തരണം. ഇതിനൊക്കെ ഒത്തിരി അധികം കാര്യങ്ങളാണ് അതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ ഒരാൾ മാത്രം ഇരുന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് വീഡിയോ എടുത്ത് ഇന്ന ക്ലാസ്സിൽ ഇന്ന വന്നു എന്നുള്ളത് നമ്മൾ എഡിറ്റ് ചെയ്ത് നമുക്ക് എടുക്കണതിന് പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ അത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും തരുന്ന കണ്ടന്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് കുറയും. നാളെ ഞാനൊരു ബാച്ച് തുടങ്ങുമോ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഓഫ്ലൈൻ ബാച്ചിലേക്കൊക്കെ വല്ല ഇൻവിറ്റേഷനൊക്കെ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഇത്രയും വന്നു അതേപോലെ തന്നെ ഇത്രയും വന്നു. കാരണം ഇത് എൻ്റെ ക്ലാസ്സിൽ നിന്ന്, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ക്ലാസ് മൊത്തമായിട്ട് കണ്ടൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് 65 മാർക്ക് ആ ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അത് മൊത്തം കണ്ട് നിങ്ങൾ അതിൻ്റെ നോട്ടും അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തേക്കണത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും തരുന്ന ക്വസ്റ്റ്യൻ പോൾ, ഏകദേശം ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പോൾ നമ്മുടെ ചാനലിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 50,000-ന് മുകളിലേക്കുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തേണ്ട ഡിസ്കസ് ചെയ്ത് പോയേണ്ട. അപ്പോൾ ഇതെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് 65 മാർക്ക് കിട്ടും. ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് എല്ലാം എടുക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്കറിയാം എവിടെ നിന്നൊക്കെയാണ് ചോദ്യം വന്നത്, ഏതൊക്കെ ക്ലാസ്സുകളിൽ നിന്നാണ് ചോദ്യം വന്നത്, അതേപോലെ തന്നെ എവിടെ നിന്നൊക്കെയാണ് നിലവിൽ ചോദിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും. അപ്പോൾ 1, 2, 3, 4, 5 അല്ലെങ്കിൽ 10, 20, 25 ഫാക്കൽറ്റി അതേപോലെ തന്നെ എന്താണ് ഇത്ര ആളുകൾ നിന്ന് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ എന്താണ് ഇന്ന പോർഷനിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോ എഡിറ്റിംഗ് ഉൾപ്പെടെ അതേപോലെ തന്നെ ഈ വീഡിയോൻ്റെ ഓരോന്നിൻ്റെയും കണ്ടന്റ് ഉൾപ്പെടെ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഞാൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പറ്റും ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെന്നുള്ളത്. അതേപോലെ തന്നെ മക്കളെ, അസിസ്റ്റന്റ് സെയിൽസ്മാന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ തയ്യാറാണ്, കഷ്ടപ്പെടാനായിട്ട് തയ്യാറാണ്, നിങ്ങൾക്കൊരു ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്തോ. നിങ്ങൾക്ക് 10 പൈസ മുടക്കില്ലാതെ നമ്മുടെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പക്കാ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അതേപോലെ തന്നെ PDF നോട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ്, അതേപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മുതലാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് നമ്മൾ നമ്മുടെ PSC ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് കൂടി നമ്മൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെയും ക്ലാസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. PYQ ഡിസ്കഷൻ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലേലിസ്റ്റ് ആയിട്ടിട്ട് അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം കൂടിയാണ്,
നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 20 ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ചെയ്യണമല്ലോ, അതും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അടുത്ത ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം എനിക്കും നിങ്ങൾക്കും തമ്മിൽ നമ്മൾ രണ്ടുപേരുമാണ് ഈ ഒരു നിലവിൽ ഈ ഒരു ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് ആവശ്യപ്പെടാം. അത് എന്താണ്, പഠിക്കുന്ന കാര്യം നിങ്ങൾക്കത് ആവശ്യമാണ് എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് അടുത്ത ദിവസം തന്നെ ക്ലാസ് ആയിട്ട് വന്നിരിക്കും. അതേപോലെ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് പറഞ്ഞാണ് ഈ പറയുന്ന കലാകായികം അങ്ങനെയുള്ള ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ അതിൻ്റെ ഒരു ക്ലാസ് തീർച്ചയായിട്ടും അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് അടുത്ത ദിവസം അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളായിട്ട് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇടയിൽ മറ്റാർക്കും വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സെറ്റ് ചെയ്ത് പഠിക്കാവുന്നതായിരിക്കും. നോട്ട്സിൻ്റെ കാര്യമാണെങ്കിലും അതേപോലെ തന്നെ ക്ലാസ്സിൻ്റെ കാര്യമാണെങ്കിലും അതേപോലെ തന്നെ റിവിഷൻ്റെ കാര്യമാണെങ്കിലും എന്താണോ നിങ്ങൾ പറയുന്നത് അതായിരിക്കും അടുത്ത ദിവസം ക്ലാസ് ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു മനസ്സുണ്ട്, കഷ്ടപ്പെടാനായിട്ടുള്ളൊരു മനസ്സുണ്ട്. കയ്യിൽ കാശില്ല, അതുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത് എന്നിനി ആരും പറയണ്ട. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്രയും മെറ്റീരിയൽസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ലിസ്റ്റിൽ വന്നിരിക്കും. അതിൽ ഒരു ഡൗട്ടും വേണ്ട. കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോക്കോ. അപ്പോൾ ആരെങ്കിലും ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അതേപോലെ തന്നെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്തോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കൂടാതെ ഒരു കാര്യം കൂടി, നമ്മളെ ക്ലാസ് അതിൻ്റെ ലിങ്ക് ഡേ 1 മുതലുള്ള കുറച്ച് ക്ലാസ്സിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ആ ക്ലാസ് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ചാനൽ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേഷനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.